ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ വചനം ഒന്നിച്ച് ചിന്തിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകി തന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. വീണ്ടും ഈ വചനവുമായിട്ട് നിങ്ങൾ മുമ്പിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെയും സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒന്നിച്ച് വീണ്ടും ചിന്തിക്കാം. നമ്മൾ ഈ ക്വാർട്ടറിലെ 7ാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുന്നു. ജീവൻ്റെ അപ്പവും വെള്ളവും എന്നതാണ് അതിൻ്റെ തലക്കെട്ട്. നാം ഇവിടെ ആമുഖത്തിൽ കാണുന്നത്, ഇപ്പോൾ മിസ്രയീം ഇസ്രായേൽ ജനം വിട്ടതിന് ശേഷം ഒരു വലിയ ദൈർഘ്യമേറിയ യാത്രയിലാണ്, അല്ലെങ്കിൽ യാത്രയുടെ അനുഭവമാണ് ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം നൽകിയത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഇസ്രായേൽ ജനം ചിന്തിച്ചത് വളരെ എളുപ്പമായി, പ്രയാസങ്ങളോ കഷ്ടങ്ങളോ ഒന്നുമില്ലാതെ ഒരു സുഖപ്രദമായ ഒരു വിടുതലിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഒരു തിരിച്ചു പോക്കിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിലുണ്ടാകും. ഒരു പ്രയാസങ്ങൾ കൂടാതെ അവരെ വാഗ്ദത്ത നാട്ടിൽ ദൈവം പെട്ടെന്ന് കൊണ്ടുവന്ന് ആക്കി അവർക്ക് ചിന്തിക്കുന്നത് പോലെ സുഖകരമായിട്ട് അവിടെ ജീവിക്കുവാനുള്ള അവസരം ദൈവം പെട്ടെന്ന് അവർക്ക് ഒരുക്കി കൊടുക്കുമെന്നൊരു ചിന്ത ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതായിട്ട്, അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ യാത്രയുടെ ഇടയിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളോടുമുള്ള അവരുടെ പ്രതികരണം കാണുമ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു, അല്ലേ? അങ്ങനെ നമുക്ക് തോന്നുന്നു. ഈ ജനം വാസ്തവം പറഞ്ഞാൽ അനേക കാര്യങ്ങൾ ഈ വാഗ്ദത്ത കനാനിൽ എത്തുന്നതിന് മുമ്പ് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും അവർ അത് ഹൃദയസ്ഥമാക്കുകയും അത് അവരുടെ ജീവിതത്തിൽ അവർ അനുവർത്തിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ടും അവർക്കുണ്ടാവേണ്ട അച്ചടക്കം, ആത്മനിയന്ത്രണം, ത്യാഗം, അതുപോലെ അവരുടെ ജീവിതത്തിലെ സ്വാർത്ഥപരമായിട്ടുള്ള അവരുടെ സ്വഭാവം, ഇതൊക്കെ അവർ മാറ്റി കർത്താവിലുള്ള വിശ്വാസം അവർക്ക് പൂർണ്ണമായിട്ടും ഉറയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് ആ വിശ്വാസം പൂർണ്ണമായിരുന്നില്ല, നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഫറവോന്റെ സൈന്യത്തെ കണ്ടപ്പോൾ അവർ പെട്ടെന്ന് ഭയചകിതരായിട്ട് മോശയോട് ഞങ്ങളെ കൊല്ലുവാനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ മാത്രമല്ല, മുമ്പോട്ട് വരുമ്പോഴും ഇതേ ചോദ്യം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മളെ കാണിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര പെട്ടെന്നാണ് ആ വിശ്വാസം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, എത്ര പെട്ടെന്നാണ് ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങളെ മറന്നു പോകുന്നത് എന്നാണ്. അവരുടെ ഐക്യം, സഹകരണം, പരസ്പര സഹായം അവർ ഈ യാത്രയിൽ അവർ പരിശീലിക്കണമായിരുന്നു. ഒരു ജനസമൂഹം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മിസ്രൈമിലെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പോലെ ഒരു ജനസമൂഹം ആയിരുന്നില്ല. അത് മറിച്ച് ദൈവത്തിൻ്റെ മക്കളായിരുന്നു. അപ്പം ആ ഒരു ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിലുള്ള അവരുടെ പദവിയിൽ അവരൊരു ചിന്നിച്ചിതറപ്പെട്ട, പരസ്പര സ്നേഹമില്ലാത്ത, വിശ്വാസമില്ലാത്ത ജനങ്ങളായിട്ടല്ല, മറിച്ച് അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ആ ഒരു സ്നേഹവും വിശ്വാസവും സഹകരണവും അല്ലെങ്കിൽ പരസ്പരമായിട്ടുള്ള സഹിഷ്ണുതയും വിട്ടുവീഴ്ചയും സഹായ മനോഭാവമൊക്കെ അവരുടെ ഇടയിൽ വളർത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യമായിരുന്നു എന്ന് ദൈവം മനസ്സിലാക്കുകയും ആ ഒരു അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ടായിരുന്നുകൊണ്ടാണ് ഈ മരുഭൂമി യാത്രയിൽ അനേക കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇടയായി, അല്ലെങ്കിൽ സംഭവിക്കാൻ ഇടയായിത്തീർന്നത്. അവരുടെ ഓരോ ചുടുവെപ്പിലും അവർ മോശയുടെ വാക്കുകൾ പൂർണ്ണമായിട്ടും അനുസരിക്കേണ്ടതുണ്ടായിരുന്നു, വിശ്വസിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അത് പെട്ടെന്ന് അവർക്ക് അത് ചെയ്യുവാൻ, അല്ലെങ്കിൽ അത് പരിശീലിക്കുവാൻ കഴിഞ്ഞില്ല. മോശ പറയുന്ന കാര്യങ്ങളെ പെട്ടെന്ന് വിശ്വസിക്കുവാനോ
അത് അംഗീകരിക്കുവാനോ പലപ്പോഴും അവർക്ക് കഴിഞ്ഞില്ല. അത് കേട്ടാൽ തന്നെ അല്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ അതിനോട് തിരികെ പ്രതികരിക്കുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു സ്വഭാവം അവരിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ആമുഖത്തിൽ നമ്മൾ കാണുന്നത്. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അതിങ്ങനെ രേഖപ്പെടുത്തുന്നു: അപ്പോൾ യഹോവ മോശയോട്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാതിരിക്കും? നോക്കൂ, യഹോവ നിങ്ങൾക്ക് ശബ്ബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് അവൻ 6-ാം ദിവസം നിങ്ങൾക്ക് 2 ദിവസത്തേക്ക് ആഹാരം തരുന്നു. ഓരോരുത്തരും അവനവൻ്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കട്ടെ. 7-ാം ദിവസം ആരും തന്നെ സ്ഥലം വിട്ടുപോകരുത്. അങ്ങനെ ജനം 7-ാം ദിവസം വിശ്രമിച്ചു. ഇത് വലിയൊരു ദൂതാണ് നമുക്ക് നൽകുന്നത് എന്ന് ഈ മനപ്പാഠ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ മനപ്പാഠ വാക്യത്തിൽ അനേക കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നാം മുൻപോട്ട് വരുമ്പോൾ പഠിക്കുവാൻ പോകുന്നതും മറ്റു ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുമായ വിലപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളും ഈ മനപ്പാഠ വാക്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഞായറാഴ്ച ഭാഗത്തിൽ കൈപ്പേറിയ വെള്ളം എന്ന തലക്കെട്ടിൽ നാം മനസ്സിലാക്കുന്നത് ദൈവം പ്രശ്നം പരിഹരിക്കുന്നവനും സമാധാനം നൽകുന്നവനുമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വന്നത് അവരുടെ അവിശ്വാസവും അനുതാപം ഇല്ലായ്മയും അതുപോലെ മോശയുടെ വാക്കുകളെ അവർക്ക് സ്വീകരിക്കുവാൻ കഴിയാതെ ഇരുന്നതുമാണ് അവരുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അനർത്ഥങ്ങളും ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നത് എന്ന് നമുക്ക് അറിയാം. ഇപ്പം ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിലെ അവർ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പരീക്ഷണമാണ് അവർക്ക് ഉണ്ടായ ആദ്യത്തെ വലിയൊരു പ്രതിസന്ധി. അത് 3 ദിവസത്തെ മരുഭൂമി യാത്രയ്ക്ക് ശേഷം അവർക്ക് ക്ഷീണമുണ്ടായി, തളർച്ചയുണ്ടായി, പരിവേശമുണ്ടായി, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അവർ വെള്ളത്തിനായിട്ട് അതിഭയങ്കരമായിട്ട് അവർ ആഗ്രഹിച്ചു, വെള്ളത്തിനായിട്ട് അവർ അന്വേഷിച്ചു. അപ്പം ഈ 3 ദിവസം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വന്ന ജനത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ബലഹീനതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു കുറേ സമയം നമുക്ക് വെള്ളം കുടിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് അല്പം വെള്ളം കുടിക്കുവാൻ ലഭിക്കാതെ വന്നാൽ എത്ര പ്രയാസം നമുക്കുണ്ടാകും. അപ്പോൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് 3 ദിവസം വരുന്ന ജനങ്ങളുടെ അവസ്ഥ നമുക്ക് അറിയാം. അങ്ങനെ അവർക്ക് വെള്ളം ആവശ്യം വന്നപ്പോൾ അവർക്ക് അവിടെ വെള്ളം ഉണ്ടായിരുന്നു. നമുക്കിതൊക്കെ അറിയാം ചരിത്രം കൊണ്ട്, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ വെള്ളം കയ്പുള്ളതായിരുന്നു, കയ്പേറിയ വെള്ളമായിരുന്നു. അവർക്കത് കുടിക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആ ജനം സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ക്ഷീണവും തളർച്ചയും പ്രയാസവും ദാഹവും വരൾച്ചയൊക്കെ കൊണ്ട് അവർ പെട്ടെന്ന് ഈ കണ്ട വെള്ളം കുടിക്കുവാൻ അല്ലെങ്കിൽ ശ്രമിച്ചപ്പോൾ അത് കയ്പുള്ളതായതുകൊണ്ട് കുടിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുവാനും മോശ അവരോട് പറഞ്ഞ വാക്കുകൾ അവർക്ക് ഉൾക്കൊള്ളുവാനും കഴിയാതെ അവർ അവിടെ പ്രതികരിക്കുകയും പരാതിപ്പെടുകയും പെറുപെറുക്കുകയും ചെയ്യുന്ന അനുഭവം നമ്മളുടെ കാണുന്നു. അപ്പോൾ അവർക്ക് അല്പം ക്ഷമയോടെ കാത്തിരിക്കുവാനോ അല്പസമയം കൂടി ആത്മസമയം പാലിക്കുവാനോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ ഈ വെള്ളം അല്ലെങ്കിൽ കുടിക്കുവാൻ കഴിയുമല്ലോ, നമുക്ക് അതിനുള്ള വഴി എന്താണ് എന്ന് ആലോചിക്കുന്നവനോ മോശയോട് ക്ഷമയോടെ സംസാരിക്കുന്നതിനോ അവർക്ക് കഴിയാതെ പോയി. എങ്കിലും ദൈവം അനുകമ്പയോടെ ആ ജനത്തോട് പ്രതികരിക്കുന്നതായിട്ട് നമ്മളുടെ കാണുന്നു. അതുകൊണ്ട്
അവർ ദൈവം അവരെ അതുവരെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നടത്തിപ്പിനെയും ന്യായവിധിയൊക്കെ അവർ വീണ്ടും മറക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഈ ജനത്തെ അവർ അത്രയും വീണ്ടും ദൈവത്തോട് മത്സരിക്കുന്ന, മോശയെ എതിർക്കുന്ന, മോശയോട് പിറുപിറുക്കുന്ന അനുഭവം ഉണ്ടായിട്ടും ദൈവം അവർക്ക് വീണ്ടും നന്മ ചെയ്യുകയും ആ വെള്ളത്തെ നാം പഠിച്ചിട്ടുള്ളതുപോലെ മധുരമുള്ളതാക്കി തീർക്കുവാൻ ദൈവം ഇടപെടുകയും കയ്പുള്ള വെള്ളത്തെ മധുരമുള്ള വെള്ളമായിട്ട് അവർക്ക് ദൈവം നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനേക കയ്പുള്ള അനുഭവങ്ങളിലൂടെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത വലിയ നിരാശയും വേദനയും നമ്മളെ അല്ലെങ്കിൽ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരുപക്ഷെ മറ്റുള്ളവരോടും പങ്കുവെക്കാൻ കഴിയാത്ത വലിയ വേദനയുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമുള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് നാം തിരുവചനത്തിൽ നിന്ന് അനേക ദൈവമക്കളുടേതായ ജീവിത അനുഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാമും ഈ ഇസ്രായേൽ ജനത്തെ പോലെ ദൈവം ചെയ്യുന്ന നന്മകളെ പെട്ടെന്ന് മറന്നുപോയി ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം പെട്ടെന്ന് ദൈവത്തോട് മത്സരിക്കുന്ന മത്സരികളാകാതെ ദൈവത്തിൽ ആശ്രയിപ്പാനും ക്ഷമയോടെ സഹിഷ്ണുതയോടെ നമ്മുടെ പ്രതികൂലങ്ങളെ നമുക്ക് നേരിടുവാനും ദൈവശക്തിയുള്ള പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശീലിക്കാം. ദൈവം നമ്മളെ ആത്മവിശ്വാസത്തിൽ നടത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം തിങ്കളാഴ്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ കാടയും അതുപോലെ മന്നയും എന്ന തലക്കെട്ടിൽ നാം മനസ്സിലാക്കുന്നത്, ഇപ്പം ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ മറന്നു പോകുക എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ മാത്രം ഒരു ബലഹീനതയല്ല. നാം ഓരോരുത്തരും പല സന്ദർഭങ്ങളിലും അതിൽ നിന്ന് വിഭിന്നരുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും വിശുദ്ധ വേദപുസ്തകത്തിൽ പല വ്യക്തികളുടെയും പ്രലോഭനങ്ങളോ പല വ്യക്തികളും പ്രലോഭനങ്ങളിൽ വീഴ്ത്തപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വാസ്തവം പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇന്ന് അവരുടെ സമയം ചെലവഴിക്കുന്നതും അവരുടെ പണം ചെലവഴിക്കുന്നതും അവരുടെ സന്തോഷം കണ്ടെത്തുന്നതൊക്കെ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആയിരക്കണക്കിന് തട്ടുകടകളിൽ നിന്നോ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്നോ മുളച്ചു പൊന്തുന്ന പുതിയ ആഹാര അല്ലെങ്കിൽ ശാലകളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള ആഹാരം കഴിച്ച് സന്തോഷിക്കുക എന്നുള്ളതിലാണ്. അത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അത് കാണുന്നുണ്ട് അല്ലേ, എത്രയോ അതിനുള്ള സൗകര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഭക്ഷണം എന്ന് പറയുന്നത് അന്നും ഇന്നും അനേക മനുഷ്യരുടെ ഒരു ബലഹീനത തന്നെയാണ്. അത് ആദ്യം മുതൽ പിശാചും അല്ലെങ്കിൽ സാത്താനും അത് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ ചില ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഏദൻ തോട്ടത്തിൽ ഹവ്വയ്ക്ക് പറ്റിപ്പോയ വീഴ്ച, അതും വളരെ മനോഹരമായ ഒരു പഴം പിശാച് വന്ന് കാണിച്ചു കൊടുത്തതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ്. അത് ആ തോട്ടത്തിലുണ്ടായിരുന്നു, ഇവർ കണ്ടിട്ടുണ്ട്,
ഒരുപക്ഷെ അതിൻ്റെ അല്ലെങ്കിൽ അത് അതിനെ കാണുവാനും അല്ലെങ്കിൽ ആ ഫലങ്ങൾ അതുപോലെ മറ്റനേക പഴങ്ങളും ഒക്കെ കാണുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. പക്ഷേ പിശാച് വന്ന് ആ പഴത്തെക്കുറിച്ച് വളരെ വർണ്ണിച്ച് സംസാരിച്ചപ്പോൾ ഒരു മോഹം ഹവ്വയ്ക്ക് ഉണ്ടായി, അല്ലേ? ആ ഫലം കഴിക്കുവാനുള്ള, അപ്പം അത് കഴിച്ചാലുള്ള കാര്യത്തെക്കുറിച്ചും അല്ലേ എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ചും സാത്താൻ സൂചിപ്പിച്ചപ്പോൾ അത് കഴിക്കുവാനുണ്ടായ വലിയ അദമ്യമായ ഒരു മോഹം, അല്ലേ? അതാണ് മാനവ അല്ലെ കുലത്തിൻ്റെ വീഴ്ചയ്ക്ക് നിധാനമായി തീർന്ന ആദ്യത്തെ പ്രലോഭനമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം നമുക്കറിയാം ഏശാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, അല്ലേ, തനിക്കിഷ്ടപ്പെട്ട ഒരൽപായസത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം വിൽക്കുവാൻ തയ്യാറായ ഏശാവിനെ എല്ലാവർക്കും വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന അല്ലെ പരിചയമുള്ള എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഏശാവ്. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കടന്നു വരുമ്പോൾ അവിടെ സാത്താൻ അല്ലെങ്കിൽ പിശാച് കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കുക എന്ന് കർത്താവ് യേശു ക്രിസ്തുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യരുടെ, പ്രത്യേകിച്ച് ഈ ഭക്ഷണത്തിൻ്റെതായ പ്രാധാന്യം, അല്ലെ, അതിലൂടെ എങ്ങനെ മനുഷ്യനെ പ്രലോഭിപ്പിക്കാം എന്ന് നമുക്ക് ഈ സംഭവങ്ങളിലൂടെ മാത്രമല്ല മറ്റനേക അല്ലെങ്കിൽ സംഭവങ്ങളുടെയും അല്ലെങ്കിൽ മറ്റുള്ള അനുഭവങ്ങളുടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ ഇസ്രായേൽ ജനത്തിനെ സംബന്ധിച്ചും ആഹാരമായിരുന്നു നമ്മളെപ്പോലെ തന്നെ മറ്റു പലരെ പോലെ തന്നെ അവരുടെ ഏറ്റവും വലിയൊരു ബലഹീനത എന്ന് പറയുന്നത്. അടിമത്തമായിരുന്നെങ്കിലും ഊഴിയവേലയായിരുന്നെങ്കിലും കഠിനമായ വേല അവരെ കൊണ്ട് ചെയ്യിച്ചിരുന്നുവെങ്കിലും അല്പം പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിലും അവിടെ അവർക്ക് ലഭിച്ചിരുന്ന ആഹാരം അവർക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നിയിരുന്നു എന്ന് പിന്നീട് ഈ ഇസ്രായേൽ ജനത്തിന് പറയുന്നുണ്ട്. ഇപ്പം മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളെക്കുറിച്ചും ചുറ്റുള്ളിയെക്കുറിച്ചും വെള്ളുള്ളിയെക്കുറിച്ചും മത്തങ്ങയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടിമത്തം ആയിരുന്നില്ല അവരുടെ വലിയ ഭാരം, അല്ലെങ്കിൽ അവരുടെ ഒരു ദുഃഖം എന്ന് പറയുന്നത്. അവർക്ക് ലഭിച്ചിരുന്ന ആഹാരത്തെക്കുറിച്ച് അവർ സന്തോഷവും സംതൃപ്തിയുള്ളവരായിരുന്നു. ഒന്ന്, ഒരു പക്ഷേ പിന്നീട് അത് ലഭിക്കാതെ വന്നപ്പോൾ അവരുടെ നിരാശയിൽ നിന്നുണ്ടായ ഒരു പരിദേവനെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇവിടെ ഇസ്രായേൽ ജനത്തിന് ആഹാരം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ, അവർ ചിന്തിച്ച തരത്തിൽ അവർക്ക് മിസ്രൈമിൽ പോലുള്ള ആഹാരം ലഭിക്കുമെന്ന് അവർ കരുതിയിരുന്നെങ്കിലും അത് ലഭിക്കുകയില്ല എന്ന് തോന്നിയപ്പോൾ അവർക്ക് അല്പം പ്രയാസവും പരിഭ്രമൊക്കെ ഉണ്ടായി. പക്ഷേ അവർക്ക് ആഹാരം ആവശ്യമാണ് എന്ന് അറിഞ്ഞ ദൈവം അവർക്ക് വളരെ പ്രത്യേകമായ ഒരു ആഹാരം നൽകുവാൻ തീരുമാനിച്ചു. അതിനെയാണ് നമ്മൾ മന്ന എന്ന് വിളിക്കപ്പെടുന്ന ആഹാരം. ആ ആഹാരം അവർക്ക് ദൈവം നൽകുവാൻ തീരുമാനിച്ചത് ആ ആഹാരം അവരെ കഴിപ്പിക്കുക എന്ന് മാത്രമല്ല, അതിലൂടെ ചില പ്രധാനപ്പെട്ട തത്വങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചില കാര്യങ്ങൾ അതിലൂടെ ദൈവത്തിനൂടെ പ്രവർത്തിക്കുവാൻ ഉള്ള അവസരത്തിനും കൂടിയാണ് ഈ മന്ന എന്ന് പറയുന്ന ആഹാരം അവർക്ക് നൽകുവാൻ ദൈവം തീരുമാനിച്ചത്. അപ്പം മന്ന എന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞ ഒരു ആഹാരം ആയിരുന്നു നമുക്കറിയാം. അപ്പോൾ ഈ ജനത്തിന് അത് ഭക്ഷിച്ചാൽ എന്താകും, അല്ലെങ്കിൽ എന്ത് ലഭിക്കും എന്നുള്ളൊരു ആശങ്ക ഒരു പക്ഷേ അവർക്ക് ആ ഭക്ഷണം കണ്ടപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആദ്യം അത് ലഭിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ദൈവം ചില കാര്യങ്ങളെ
ഈ മന്ന നൽകുന്നതിലൂടെ അവരെ പഠിപ്പിക്കുന്നു എന്നത് നമ്മളും ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, ഇപ്പോൾ 5 ദിവസത്തെയും മന്ന അവർക്ക് ഒരു ദിവസേനയുള്ള ഒരു വിഹിതമായിട്ട് അവർക്ക് നൽകിയല്ലേ. 5 ദിവസവും ഓരോ വ്യക്തികൾക്കും ആവശ്യമാവുന്ന വിഹിതം മന്ന ദൈവം നൽകുവാൻ ഇടയായി ദൈവം നൽകി. രണ്ടാമത്തെ കാര്യം, വെള്ളിയാഴ്ചകളിൽ മന്നയുടെ ഇരട്ടി അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ കൊടുത്തിരുന്ന മന്നയേക്കാൾ ഇരട്ടി മന്ന വെള്ളിയാഴ്ച ദിവസം അവർക്ക് നൽകി. മൂന്നാമത്തെ കാര്യം, വെള്ളിയാഴ്ച മുതൽ ശബത്ത് തീരുന്നത് വരെ അവർ ശേഖരിച്ചു വെക്കുന്ന മന്ന ക്രമിച്ചു പോയില്ല അല്ലെങ്കിൽ കേടായില്ല എന്നതും. നാലാമത്തെ കാര്യം, ഈ മന്ന എന്ന് പറയുന്നത് വിശുദ്ധ ശബത്തിൽ അവർക്ക് വീണ് കിട്ടിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പം ഇതിലൂടെ ഒരു വലിയ കാര്യം ദൈവം ഈ ജനത്തെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ അവർ വെള്ളിയാഴ്ച വരെ അവർക്ക് ലഭിച്ചിരുന്ന മന്ന, വെള്ളിയാഴ്ച ലഭിച്ചിരുന്ന മന്ന, വെള്ളിയാഴ്ച മുതൽ ശബത്ത് തീരുന്നവരെയുള്ള അവർക്ക് ലഭിച്ചിരുന്ന ആ അളവ്, അതുപോലെ വിശുദ്ധ ദിവസമായ 7-ാം ദിനം മന്ന ലഭിക്കാതിരുന്നത് നമുക്കറിയാം എത്ര വിലയേറിയ അല്ലെങ്കിൽ തത്വങ്ങൾ ശബത്തിൻ്റെ സൃഷ്ടിയുടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ രക്ഷാ പദ്ധതിയുടെ ഭാഗങ്ങളെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാൻ ലളിതമായിട്ട് അവർക്ക് നൽകിയ ആഹാരത്തിൻ്റെ ക്രമീകരണത്തിലൂടെ ദൈവം അത് ചെയ്യുവാൻ ശ്രമിച്ചു. ആ ജനത്തെ പഠിപ്പിക്കുവാൻ ദൈവം താല്പര്യപ്പെട്ടു എന്ന് നമ്മൾ അവിടെ കാണുന്നു. അപ്പം ഈ മന്ന അവർക്ക് നൽകിയതിലൂടെ ദൈവം ഇത്രയും കാര്യങ്ങൾ അവരെ ചിന്തിപ്പിക്കുവാനും അവരുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരുവാനും അതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കുവാനും അതെന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം അവർക്ക് നൽകുവാനും ഈ മന്ന നൽകിയതിലൂടെ ദൈവം അവരെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് നമ്മളെ കാണുന്നുണ്ട്. നാം അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുന്നു. ചൊവ്വാഴ്ച ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ പാറയിൽ നിന്നുള്ള വെള്ളം പലപ്പോഴും ഇസ്രായേൽ ജനം ദൈവത്തെ അവിശ്വസിച്ചു, പരാതി പറഞ്ഞു, മിസ്രൈമിലേക്ക് അവർക്ക് മടങ്ങിപ്പോകാനുള്ളൊരു താല്പര്യം കാണിച്ചു. മിസ്രൈമിലേക്ക് മടങ്ങി അവർ തിരികെ നോക്കി. ഇങ്ങനെയൊക്കെ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ അവർ അവഗണിക്കുമ്പോഴും അതിനെ അഗണ്യമാക്കുമ്പോഴും ദൈവം അവരുടെ ആവശ്യങ്ങൾക്ക് നല്ല ദൈവമായി കൂടെ ഇരുന്നു എന്നത് ആ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹവും കരുതലും അത്രമാത്രം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇസ്രായേൽ ജനം നാം ആദ്യം കണ്ടത് അവർക്ക് ദാഹം തോന്നിയപ്പോൾ ലഭിച്ച വെള്ളം ഉണ്ടായിരുന്ന വെള്ളം കൈപ്പേറിയതായിരുന്നു. ഇവിടെ അവർക്ക് വെള്ളം ലഭിക്കുവാൻ കഴിയാതിരുന്ന ഒരു അനുഭവത്തിൽ അവർ മോശയോട് പിറുപിറുക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വെള്ളം എവിടെ നിന്ന് ലഭിക്കും? ഇടങ്ങൾ തളർന്നു പോകുന്നുവല്ലോ, ക്ഷീണിച്ചു പോകുന്നുവല്ലോ, ഇടങ്ങൾ വെള്ളമില്ലാതെ മരിച്ചു പോകുമല്ലോ എന്ന് അവർ മോശയോട് പരിതപിച്ചപ്പോൾ, അവർ പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് ആലോചന ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും അതിന് പ്രകാരം ദൈവം മോശയോട്
അവർ ആയിരുന്ന സ്ഥലത്ത് പാറമേൽ അടിക്കുക, തൻ്റെ ജനത്തിന് വെള്ളം ലഭിക്കും എന്ന് ദൈവം ആവശ്യപ്പെട്ട പ്രകാരം മോശ അത് ചെയ്തു. ആ ജനത്തിന് വെള്ളം ലഭിച്ചു. നമുക്കറിയാം, ആ സ്ഥലത്തിന് മോശ മസ എന്നും അതുപോലെ മെരീബ എന്നും, എന്ന് പറഞ്ഞാൽ മസ എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷ നേരിട്ട ഇടം, മെരീബ എന്ന് പറഞ്ഞാൽ ഒരു കലഹത്തിൻ്റെ അനുഭവം അവിടെ ഉണ്ടാകുവാനിടയായി. എന്നാൽ ദൈവം ആ ജനത്തിന് പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കി കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ജീവൻ്റെ ജലം നൽകുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലും അവിടെ പറയുന്നത്, നമ്മുടെ ആദിപിതാക്കന്മാർ സമുദ്രത്തിലൂടെ അവർ കടന്നു, മരുഭൂമിയിൽ യാത്ര ചെയ്തു, അവർ വെള്ളത്തിനായി കേണു. അവർക്ക് പാറയിൽ നിന്ന് ദൈവം വെള്ളം നൽകി. ഞാൻ എൻ്റെ സാരമാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റാണ് പറയുന്നത്. അവർക്ക് വെള്ളം നൽകിയ ആ പാറ, അവരെ അനുഗമിച്ചിരുന്ന ആ പാറ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവായിരുന്നു എന്നാണ്. നമുക്കറിയാം, ഹോരേബ് പർവ്വതത്തിൽ മോശ തൻ്റെ ആടുകളുമായിട്ട് കടന്നുപോയപ്പോൾ യഹോവ ദൈവം അവിടെ ആണ് മോശയ്ക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷമാവുന്നത്. ഈ ഒരു പാറയുടെ അനുഭവം വിശുദ്ധ വചനത്തിൽ, ഒരു പാറയുടെ സാന്നിധ്യം നമ്മൾ പല ഇടങ്ങളിലായിട്ട് കാണുന്നുണ്ട്. മോശയ്ക്ക് ദൈവത്തെ കാണണമെന്ന് മോശ ദൈവത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം മോശയെ ഒരു പാറയുടെ പിളർപ്പിൽ നിർത്തി തൻ്റെ കൈകൊണ്ട് അല്ലെങ്കിൽ അവനെ മറച്ചുകൊണ്ട് യഹോവ മോശയുടെ മുൻപാകെ കടന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ മോശയെ നിർത്തിയതൊരു പാറയുടെ പിളർപ്പിലായിരുന്നു. ഇവിടെ ഒരു പാറ പിളർന്നാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം വെള്ളം നൽകിയത്. അപ്പോൾ തീർച്ചയായും ജീവൻ്റെ ആധാരം എന്ന് പറയുന്നത് വെള്ളമാണ് എന്ന് നമുക്കറിയാം. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിലും ഈ വെള്ളം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. ആ പാറ ക്രിസ്തു ആയിരുന്നുവെന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാമത്തെ ഭാഗം 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ആ ക്രിസ്തുവിനെയാണ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട പാറയായിട്ട്, പിളർക്കപ്പെട്ട പാറയായിട്ട് നാം കാണുന്നത്. ഈ പാറ ഉറപ്പുള്ളതാണ്, അചഞ്ചലമാണ്, ഇളകാത്തതാണ്. ഈ പാറയിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയും. ഈ പാറമേൽ വീട് പണിയുന്ന മനുഷ്യനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് ജീവൻ്റെ ജലം നൽകി അവരെ
സന്തോഷിപ്പിക്കുവാനും സമാധാനവും ആശ്വാസം കൊടുക്കുവാനും കഴിഞ്ഞ ദൈവം ഇന്ന് ആ പിളർക്കപ്പെട്ട പാറ എന്ന കർത്താവ് യേശു ക്രിസ്തു നമുക്കായിട്ട് ജീവിക്കുന്നതിനാൽ ആ കർത്താവിങ്കിൽ നിന്ന് ജീവൻ്റെ ജലം നാം സ്വീകരിച്ചുകൊണ്ട് ജീവനുള്ളവരായിട്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്ത, ഇന്നത്തെ ദിവസത്തെ ചിന്ത നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നാം അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുന്നു. ബുധനാഴ്ച. ആ ഭാഗത്തെ തലക്കെട്ട് യിത്രോ എന്നാണ്. ഇവിടെ യിത്രോയുടെ ഒരു സാക്ഷ്യത്തെക്കുറിച്ച് പറയുവാനാണ് ഈ ഒരു ഭാഗം നാം ചിന്തിക്കുന്നത്. മാത്രമല്ല, ദൈവജനത്തിൻ്റെ നടത്തിപ്പിൽ മോശയ്ക്ക് ആവശ്യമായ ഉപദേശം ജ്ഞാനത്തോടെ നൽകുവാൻ യിത്രോയ്ക്ക് കഴിഞ്ഞു. അത് മോശ സ്വീകരിക്കുകയും യിത്രോ പറഞ്ഞതിന് പ്രകാരം മോശ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ആ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം കുറെ കൂടി ക്രമപ്പെട്ടതും കുറെ കൂടി അത് പ്രശ്നങ്ങൾ കുറഞ്ഞതായിട്ടും അത് ലഘുവായിട്ടും അവർക്ക് അനുഭവപ്പെടുവാൻ സാധിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ സത്യദൈവം ആരാണെന്നും തന്റെ ജനത്തിന് വേണ്ടി താൻ എന്ത് ചെയ്യുന്നു എന്നും തൻ്റെ ജനത്തിന് അവൻ എങ്ങനെ രക്ഷ വരുത്തുന്നു എന്നും കണ്ട് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ അത് തിരിച്ചറിയുവാൻ യിത്രോയ്ക്ക് കഴിഞ്ഞു. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് യിത്രോ മോശയോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ജനത്തെ മോശ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ മാത്രം നയിക്കുമ്പോൾ എത്രമാത്രം പ്രയാസം അല്ലെങ്കിൽ ഭാരം ഈ മോശയ്ക്ക് തനിയെ വഹിക്കേണ്ടി വരും എന്ന് യിത്രോ മനസ്സിലാക്കിയത് കൊണ്ട് ചില നിർദ്ദേശങ്ങൾ അവിടെ മോശയ്ക്ക് യിത്രോ നൽകുകയാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സമർപ്പിക്കപ്പെട്ടവരും വിശ്വസ്തരുമായ ദൈവഭയമുള്ള സത്യസന്ധതയുള്ള പുരുഷന്മാരെ, നല്ല സ്വഭാവമുള്ളവരെ, നീതിബോധമുള്ളവരെ അവിടെ 1000-നും 100-നും 50-നും 10-നും ജനങ്ങൾക്ക് അധിപതികളാക്കി വെച്ച് ആ ജനങ്ങളെ അങ്ങനെ ചെറു വിഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കുവാനുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് അവർ ഈ പറഞ്ഞ നല്ല സ്വഭാവവും ശീലവും അനുസരണവും ദൈവഭയവും നീതിബോധമുള്ളവരും നിഷ്കളങ്കരും ഒക്കെ ആയ വ്യക്തികൾ ഈ ജനത്തെ നിയന്ത്രിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മോശമുഖാന്തരം ലഭിക്കുന്ന കാര്യങ്ങൾ ഈ ജനത്തിന് നൽകി ഇവർ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കുറെ കൂടി വികേന്ദ്രീകൃതമായ രീതിയിൽ ജനത്തിൻ്റെ ആവശ്യങ്ങളെ ഒന്നാകെ ആർത്തലച്ച് അല്ലെങ്കിൽ പ്രശ്നമായി ബുദ്ധിമുട്ടുകളായി പരാതികൾ പറഞ്ഞ് മോശയോട് വന്ന് സംസാരിച്ച് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിലുപരിയായിട്ട് അതിനെ കുറെ കൂടി മറ്റുള്ളവരിലേക്ക് ഉത്തരവാദിത്തങ്ങളെ പകർന്നു കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ കുറെ കൂടി അടുത്ത് ഇടപഴകിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ സമാധാനത്തോടും സ്നേഹത്തോടും അല്ലെങ്കിൽ സാവധാനത്തോടും കേൾക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടുന്ന് ഒരുക്കി ആ ജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിയുവാൻ മാത്രമല്ല മോശയുടെ വലിയ ഭാരമേറിയ ഉത്തരവാദിത്വം അല്പം കുറച്ച് ലഘൂകരിക്കുവാൻ യിത്രോ അവിടെ മോശയ്ക്ക് ആവശ്യമായ ഒരു ഉപദേശം നൽകുകയാണ്. അപ്പോൾ ഇപ്രകാരം യിത്രോ പറഞ്ഞ ആ നിർദ്ദേശം മോശ പാലിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് 1000 പേർക്കും 100 പേർക്കും 50 പേർക്കും 10 പേർക്കും അധിപതികളെ നിയമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരെ നിയമിച്ചുകൊണ്ട്
അവരുടെ ദൈനംദിനമുള്ള ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും കേൾക്കുവാനും പരിഹരിക്കുവാനും അത് മോശമായിട്ട് കൂടി ആലോചിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഉള്ള കുറെ കൂടി ഒരു നല്ല സംവിധാനം അവിടെ ഒരുക്കപ്പെട്ടതുകൊണ്ട് ജനങ്ങൾക്ക് കുറെ കൂടി നല്ല ഒരു അനുഭവം, ജീവിതാനുഭവം അവർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഇത് പറയുവാനും ഈ ഒരു നിർദ്ദേശം കൊടുക്കുവാനും കാരണം യഹോവ ദൈവം എത്ര അത്ഭുതവാനായ ദൈവമാണ്, എത്ര ശക്തിയുള്ള ദൈവമാണ്, എത്ര മഹത്വമേറിയവനാണ് എന്ന് ഇത്രോ മനസ്സിലാക്കുന്നുവെന്ന് ഇത്രോ തന്നെ സാക്ഷീകരിക്കുന്നുണ്ട്. ആ വെളിച്ചത്തിൽ വിശ്വാസം നിന്നുകൊണ്ടാണ് ഇത്ര ഒരു നിർദ്ദേശം ആ യഹോവ നയിക്കുന്ന, യഹോവയിൽ നടത്തപ്പെടുന്ന മോശയോട് സംസാരിക്കുവാനും പങ്കുവെക്കുവാനും ഇത്രോയ്ക്ക് കഴിയുന്നത്. അപ്പോൾ നാം ഓരോരുത്തരും ഇതുപോലെ നാം ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ നാം അതിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കാതെ നമ്മുടെ ഇടപെടൽ കൊണ്ടോ നമ്മുടെ സംസാരങ്ങൾ കൊണ്ടോ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ടോ അതൊരു പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലേക്ക് മാറാതെ അത് ലഘൂകരിക്കുവാനും അത് കുറെ കൂടി അല്ലെങ്കിൽ ലളിതമായ രീതിയിൽ നമുക്ക് പരിഹരിക്കുവാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നൽകി നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ നമുക്ക് ലളിതവും സുന്ദരവുമാക്കി തീർത്തുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനുള്ള നമ്മുടെ ഒരു മനഃപൂർവമായ ഒരു ചിന്തയും തീരുമാനവും ഇടപെടലും ഒക്കെ ഉണ്ടാവേണ്ട ഒരാവശ്യത്തെക്കുറിച്ചും ഇത് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം, നമുക്ക് അത് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ വ്യാഴാഴ്ച ഭാഗത്തേക്ക് കടന്ന് വരികയാണ്. എൻ്റെ തലക്കെട്ട് ജീവജലവും അപ്പവും എന്നാണ്. നാം ഇവിടെ കാണുന്നത് ജീവന്റെ ജലം നമുക്ക് ജീവനുള്ളവരായി ദൈവസന്നിധിയിൽ നിലനിൽപ്പാൻ സാധാരണ ജീവനല്ല, നമുക്ക് ജീവനെ സമൃദ്ധിയായി നൽകുവാൻ കർത്താവ് യേശു ക്രിസ്തു വന്നു എന്നാണ്. ആ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ആവശ്യമായ ആത്മശിക്ഷണം, ശക്തി, ദൈവസ്നേഹം എന്നിവ നമ്മളിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. മാത്രമല്ല ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ തൻ്റെ ജനങ്ങൾക്ക് അല്ലെ തൻ്റെ മക്കൾക്ക് നൽകുമ്പോൾ അവർ ദിവ്യശക്തിയിലും സ്നേഹത്തിലും ആത്മശിക്ഷണത്തിലും അവർ വളർന്നു വരുവാൻ ഇടയായിത്തീരും, ശക്തി പ്രാപിക്കുവാൻ ഇടയായിത്തീരും എന്ന് നമുക്ക് 2 തിമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. അപ്പോൾ യേശുക്രിസ്തു ഒരു പൊതുജീവൻ്റെ ഉറവിടമാണ്. കാരണം നമുക്ക് ഒരു പുതുജീവനെ കർത്താവ് നൽകുന്നു. അപ്പോൾ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവനുള്ളവരായിട്ട് ജനിച്ചു ജീവിക്കുന്നുവെങ്കിലും നമ്മുടെ ജീവൻ എവിടെ മറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയാണ് നിലനിൽക്കുന്നത്, അതിൻ്റെ ആധാരം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവൻ്റെ ആധാരം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ പുതുക്കി രൂപാന്തരപ്പെടുത്തി നമ്മളെ തന്നെ ഒരു
പുനഃസമർപ്പണം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെയ്യുമ്പോഴാണ് നാം വീണ്ടും ജനിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായിട്ട് ഒരു പുതുജനന അല്ലെ വീണ്ടും ജനന അനുഭവത്തിൽ നമ്മൾ കടന്നു വരുന്നത്. ഈ വീണ്ടും ജനന അനുഭവമാണ് ഒരു വ്യക്തിയെ മാനസാന്തരത്തിന് ഉടമകളാക്കുന്നത്. ഈ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വരുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി ലഭിക്കുകയും ആ പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന ദാനങ്ങൾക്ക് അവർ അല്ലെങ്കിൽ പാത്രമായി തീരുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം അത് നമുക്ക് ലഭിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ നാം ഈ ലോകത്തിൽ ജനിച്ചു ജീവിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ ജീവനുള്ളവരാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. നമുക്ക് ജീവൻ അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൽ നിലനിൽക്കുന്ന ജീവൻ നമുക്കുണ്ടാവണമെങ്കിൽ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നത്, നാം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നാം ഈ ലോകത്തിന് അനുരൂപമായിട്ട് ജീവിക്കുവാനല്ല നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് നിലനിൽക്കുന്നത്. അവിടെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതവും എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് പുതുക്കി നാം രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിൻ്റെ, ഒരു പുതുക്കപ്പെടലിൻ്റെ, ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഉണ്ടാവണം. ഇപ്പോൾ നമ്മളുടെ ഈ ശമരിയക്കാരത്തി സ്ത്രീയുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറ്റാർക്കും നൽകുവാൻ കഴിയാത്ത ഒരു ദിവ്യമായ ഒരു കാര്യം കർത്താവ് യേശുക്രിസ്തുവിന് നൽകുവാൻ കഴിയും എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവളുടെ സാക്ഷ്യം അനേകരെ കർത്താവിനെ കാണുവാൻ അവനിലേക്ക് വരുവാൻ ഇടയാക്കിയത്. ആ മറ്റ് വ്യക്തികൾക്കോ ലോകത്തിനോ തരുവാൻ കഴിയാത്ത ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ കഴിയുന്ന കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കർത്താവിൻ്റെ ദാനമായ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് കഴിയും. ഈ ഒരു അനുഭവത്തിലേക്കാണ് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെയും കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചത്. ഇവിടെ മന്ന എന്ന അപ്പം ഇസ്രായേൽ ജനത്തിന് ഭക്ഷിക്കുവാൻ ദൈവം നൽകി. ഇവിടെ കർത്താവ് യേശുക്രിസ്തു പ്രസ്താവിക്കുന്നൊരു കാര്യം, മന്ന ഇസ്രായേൽ ജനത്തിന് നൽകിയത് മോശയല്ല, അത് ദൈവമാണ് നൽകിയതെന്ന് ഇവിടെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. മാത്രമല്ല, മന്ന ഇസ്രായേൽ ജനത്തിന് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച അപ്പം ആണ് എങ്കിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. അന്ന് ഇസ്രായേൽ ജനം ആ സ്വർഗത്തിൽ നിന്ന് വന്ന മന്ന ഭക്ഷിച്ചു. പക്ഷേ അവരിൽ അനേകര് മരുഭൂമിയിൽ നശിച്ചു പോകുവാൻ ഇടയായി തീർന്നു. അതെന്തുകൊണ്ടാണ് എന്ന് കൊരിന്ത് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരും നമ്മളെപ്പോലൊരു സദ്വർത്തമാനം കേട്ടവരായിരുന്നു. എന്നാൽ അവരിൽ അനേകരിൽ ആ സദ്വർത്തമാനം അത് വിശ്വാസമായി പരിണമിച്ചില്ല. ഇപ്പൊ ജീവന്റെ അപ്പമായ കർത്താവ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു.
നമുക്ക് വേണ്ടി ആ ജീവനുള്ള അപ്പത്തെ നമുക്കായിട്ട് കർത്താവ് യേശുക്രിസ്തു ഭാഗിച്ചു തന്നു. ഒരു ശരീരമാവുന്ന അപ്പം നമുക്കായിട്ട് നുറുക്കപ്പെട്ടു. ഇസ്രായേൽ ജനത്തിന് പാറയിൽ നിന്ന് ജീവന്റെ ജലം കർത്താവായ യേശുക്രിസ്തു അല്ല ദൈവം കൊടുത്തു. കർത്താവ് യേശുക്രിസ്തു ജീവന്റെ ജലം തന്റെ ജനത്തിന് നൽകുന്നു. ഇച്ഛിക്കുന്നവൻ വരട്ടെ, ജീവന്റെ ജലം സൗജന്യമായിട്ട് വാങ്ങട്ടെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തു ജീവന്റെ ജലത്തിൻ്റെ ഉറവിടവും ജീവനുള്ള അപ്പവും ആകുന്നു. ഈ ജീവനുള്ള അപ്പം ഭക്ഷിക്കുകയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നൽകുന്ന ജീവന്റെ ജലം പാനം ചെയ്യുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി ജീവിക്കും. കർത്താവിൻ്റെ വലിയ മഹത്വത്തിൽ അവർക്കും പ്രവേശിക്കുവാനും സാക്ഷികളാകുവാനും കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-48, 4-ാം അധ്യായം 10, 11, 14, 7-ാം അധ്യായം 37, 38 വാക്യങ്ങൾക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രതിപാദ്യ വിഷയം ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവം ഇസ്രായേൽ ജനത്തിന് പാറയിൽ നിന്ന് ജീവജലം നൽകി, സ്വർഗത്തിൽ നിന്ന് മന്ന എന്ന അപ്പം നൽകി അവരെ വഴി നടത്തിയെങ്കിൽ ആത്മീയ ഇസ്രായേലായ നമുക്കും കർത്താവ് യേശു ക്രിസ്തു ജീവന്റെ അപ്പമായിട്ട് നമുക്കായി ഇറങ്ങി വന്നു. ആ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും ജീവിപ്പാൻ മുന്നേറാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ദിനം തോറും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കർത്താവ് യേശു ക്രിസ്തു നൽകുന്ന ജീവന്റെ ജലം പാനം ചെയ്ത് ജീവന്റെ അപ്പം ഭക്ഷിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അടിങ്ങളുടെ ജീവിതത്തിൽ എത്ര അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നു എന്ന് ചിന്തിപ്പാൻ, ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിലെ അനുഭവങ്ങൾ എത്ര അത്ഭുതകരമായിട്ട് ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് വിടുവിച്ചു, പരിപാലിച്ചു, അവർക്ക് ആവശ്യമായ വെള്ളവും അപ്പവും നൽകി പരിപോഷിപ്പിച്ചു. കർത്താവേ, അടിയങ്ങളും ആ അനുഭവത്തിൽ ഈ മരുഭൂമി യാത്രയിൽ ആയിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു അടിയങ്ങളുടെ ജീവിതത്തിൽ ജീവന്റെ അപ്പമായി, ജീവന്റെ ജലമായി കടന്നു വന്ന് നഷ്ടപ്പെട്ടു പോകാതെ അടിയങ്ങളെ ചേർക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് യാഗമായി തീർന്നോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിൽ ജീവിപ്പാൻ, കർത്താവ് ശക്തി പ്രാപിപ്പാൻ, വീണ്ടും ജനിച്ച അനുഭവത്തിൽ അടിയങ്ങൾക്ക് നിലനിൽപ്പാൻ അടിയങ്ങളോടൊന്ന് സഹായിക്കണം. ഈ പാഠം പഠിച്ച എല്ലാ നിൻ്റെ മക്കളെയും, തുടർന്ന് കർത്താവ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിൻ്റെ മക്കളെയും അവിടുന്ന് ധാരാളമായ അനുഗ്രഹങ്ങളും കപിൽ സൂക്ഷിക്കണം. പ്രയാസ പ്രതികൂലങ്ങളിൽ നിന്നും വൈശാചിക ശക്തികളും കർത്താവ് പിടിപ്പിക്കണം. അത് സമാധാനത്തിൽ നിറയ്ക്കണം. മാനവമത്ത കർത്താവെ അവിടുന്ന് എടുക്കണം. എല്ലാം അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.